ആരാ സൃഷ്ടിച്ചത്? ഇപ്പം പരീക്ഷ ഈ വർത്താനം കേൾക്കുമ്പോൾ അങ്ങ് സാധാരണ ഒരു ആളല്ല, അങ്ങ് പിന്നെ ധർമ്മദേവൻ തന്നെ തൊഴിൽ കൊടുത്ത് നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇതുപോലെ നമ്മൾ വിളിച്ചു കൊടുക്കും അല്ലേ, നമ്മളാരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ അല്ലേ. ഇപ്പം അങ്ങനെ പറയാം, ഞാൻ പറയില്ല, എനിക്ക് എൻ്റെ പ്രാരബ്ധം കൊണ്ടാണ് എനിക്ക് അന്നെ അയാൾ ഇങ്ങനെ ശിക്ഷിച്ചത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അന്ന് അയാളെ പോയി ശിക്ഷിക്കും, അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു ആരാണ്? ഞാൻ ധർമ്മദേവനാണ്. അപ്പോൾ രാജാവ് കാര്യം പറയും, അത് കഴിഞ്ഞ് കല്ലിയെ കൊല്ലാൻ വേണ്ടി വേഗം എടുത്തപ്പോൾ കല്ല് വേഗം കാല് വീണം അപേക്ഷിക്കന്നെ കൊല്ലല്ലേ പറയും. അപ്പോൾ നമ്മളൊരാളെ കാല് വീണ് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ കൊല്ലരുതെന്നാണ് രാജാക്കന്മാരുടെ ശാസ്ത്രം. അതനുസരിച്ച് കൊല്ലാതെ കിട്ടും. അപ്പോൾ എനിക്കിരിക്കാൻ 4 സ്ഥലം വേണം പറയും. അപ്പോൾ 4 സ്ഥലം ജൂതം, പാലം, സ്ത്രീയസോന, അധർമ്മത്തിൻ്റെ 4 സ്ഥലങ്ങളാണ്. ചൂതുകളി, മദ്യപാനം, പിന്നെ പേച്ചാത്താനം, കശാപ്പുശാല, മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലം, ഇവിടെയാണ് അധർമ്മം ഇരിക്കുന്നത്. അന്നേരം പറഞ്ഞു എനിക്ക് 4 പോലെ ഇതൊക്കെ ഓരോ വീടാണ്, ഈ വീട്ടിലേക്ക് വന്ന് വഴി വേണ്ട എന്നാൽ 5-ാമത് ജാതകവും പറഞ്ഞാൽ സ്വർണ്ണമാണ്, ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ കലി സ്വർണ്ണത്തിൽ കൂടിയാണ് ഈ 4 സ്ഥലത്തിനും കലിയുള്ളതല്ല. അപ്പോൾ അങ്ങോട്ട് അവിടുന്ന് പോയി കഴിഞ്ഞിട്ട് രാജാവ് കാട്ടിൽ നായാട്ടിന് പോയി. ഈ കിരീടം വെച്ചിട്ട് കിരീടത്തിൽ സ്വർണ്ണം ഉണ്ടല്ലോ, ആ സ്വർണ്ണത്തിനകത്ത് കലി കയറിയിരുന്നു. എന്നാൽ കൊടുത്താൽ ഇനി കടിക്കുക അറിയില്ല. അപ്പോൾ രാജാവ് കാട്ടിൽ ചോട്ടി വരുമ്പോൾ രാജാവിന് അല്ലാത്ത ദാഹമുണ്ട്, ഭയങ്കര ദാഹം. വെള്ളം കുടിക്കണം. ഒരു മിനിയുടെ ആശ്രമത്തിൽ പോയി എനിക്കിത്തിരി വെള്ളം തരുമ്പോൾ വെച്ച് കേട്ടേയില്ല. സമാധി ഇരിക്കുന്ന ആളെങ്ങനെ കേൾക്കും? നമ്മളെ കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ ഉറങ്ങോട്ട് കാര്യം വിളിച്ചറിയില്ലല്ലോ. ഇത് മകൾക്ക് സമാധിയല്ലേ, സമയം കേട്ടില്ല. അന്നേരം എന്തെങ്കിലും ചത്ത പാമ്പിനെ എടുത്തിങ്ങനെ കഴുത്തിലിട്ടപ്പോൾ അത് പറഞ്ഞില്ല. അപ്പോൾ ആരോ പറഞ്ഞു അന്നേരം മകൻ്റെ കഴുത്തിൽ പിന്നെ അച്ഛൻ്റെ കഴുത്തിൽ ആരോ പിന്നെ ചത്ത പാമ്പിനെ വെച്ചിരിക്കുന്നു. അപ്പോൾ ശമീകൻ പറഞ്ഞ മഹർഷിയായിരുന്നത്. മഹർഷിയുടെ മകൻ്റെ പേര് ശൃംഗി. ശൃംഗിക്ക് ദേഷ്യം വന്നിട്ട് വെള്ളം എടുത്തിട്ട് ചവിട്ടി. എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ആരാണോ പാമ്പിനെ ഇട്ടത് ആ അധർമ്മിയായ അവൻ എന്നെ 7 ദിവസം പച്ചം കെടുത്തി മരിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഓടി ആശ്രമത്തിൽ വന്നു. നോക്കുമ്പോൾ അച്ഛനെ കഴുത്തിൽ അച്ഛനെ ഉറക്ക കരഞ്ഞു. കുട്ടി ഉറക്ക കരയുന്നതായിട്ട് അച്ഛൻ കണ്ണു തുറന്നു. ഒരു വെച്ച് എൻ്റെ പിന്നെ അച്ഛൻ്റെ കഴുത്തിൽ ഇതാ പാമ്പ് ചത്ത പാമ്പ് കിട്ടി അതിനെടുത്തുകൊണ്ട് ആരോ ഞാൻ ശപിച്ചു പറഞ്ഞു. കഷ്ടമായിട്ട് നമ്മളൊക്കെ ബ്രാഹ്മണരാ, നമ്മളൊന്നും ആരും ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. നമുക്ക് എത്ര ഓർഡർ ഇങ്ങോട്ട് വിട്ടാലും നമ്മൾ തിരിച്ച് അങ്ങോട്ടൊന്നും അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ക്ഷമയാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. ഇനി ചെയ്തു ആ രാജാവ് വെള്ളം ചോദിച്ച് കൊടുക്കാത്തതുകൊണ്ടല്ലേ, ഞാൻ അറിഞ്ഞില്ല. അപ്പം എൻ്റെ കയ്യിലല്ലേ തെറ്റ്, അതുകൊണ്ട് തൊട്ട് ശരിയായില്ല പറഞ്ഞു. പക്ഷേ ഈ രാജാവിനെ പിന്നെ ഇങ്ങനെ രക്ഷിക്കാൻ നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ടതല്ലേ, അതിനുവേണ്ടി ഗുരുകുമാരന്മാരോട് വേഗം പറഞ്ഞു വെച്ചു അങ്ങനെ ഇങ്ങനെ ശാപമുണ്ട്, അങ്ങനെ കൈകാര്യം നേടിക്കോണം. അപ്പോഴത്തേക്ക് രാജാവിൻ്റെ ഒരു മുന്മാർ പോയി രാജാവിനോട് ഞങ്ങൾക്ക് ശാപമുണ്ട്, 7 ദിവസത്തേക്ക് കഷ്ടം കഴിച്ചിട്ട് 7-ാം ദിവസം വന്നു. അപ്പോഴത്തേക്ക് രാജാവ് എല്ലാം ഉപേക്ഷിച്ചു, രാജ്യവും കിരീടവും ഒക്കെ ഉപേക്ഷിച്ച മകനെ രാജാവാക്കി അഭിഷേകം ചെയ്തിട്ട് നേരെ പിന്നെ ഈ കാട്ടിൽ വന്നിട്ട് അല്ല ഗംഗാനദിയുടെ തീരത്ത് വടക്കോട്ട് എടുത്ത് കിഴക്കോട്ട് നോക്കി ഇങ്ങനെ ഇരുന്നു. ഇരുന്ന സമയത്ത് ഋഷിമാരെല്ലാം രാജാക്കന്മാരെ മഹർഷിമാർ മുഴുവൻ അവിടെ വന്നു. രാജർഷിമാര്, ദേവർഷിമാര്, പിന്നെ കുറേ മറ്റേ പേരുണ്ട്, അത്രി വച്ചിട്ടുണ്ട്, നെരുമാൻ ഇങ്ങനെ കുറേ ഋഷിമാർ, അനവധി ഋഷിമാർ വന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശിവബ്രഹ്മർഷി പരീക്ഷത്തിന് കാണാനൊന്നും വന്നല്ല, ഇങ്ങനെ നടക്ക അവധൂതനായിട്ട് ഏറ്റവും പറയില്ല. ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുറേ സ്ത്രീകൾ ഈ പിന്നെ ശിവബ്രഹ്മർഷി നല്ല സൗന്ദര്യം, നല്ല ഭംഗിയാണ് കാണാൻ. അതായത് ഒരു കിരീടം മറ്റേ മഞ്ഞപ്പെട്ട് ഒഴിച്ച് വാലിട്ട് കൃഷ്ണൻ തന്നെ. കൃഷ്ണനൊക്കെ നീല നിറം. കൃഷ്ണൻ്റെ ഒരു വസ്ത്രവും ഇല്ലാതെ ആഭരണമില്ലാതെ ഏതൊക്കെ വസ്ത്രമൊന്നുമില്ലാതെ നടന്ന ആ ശിവബ്രഹ്മർഷിക്ക് അങ്ങനെ. അപ്പോൾ ഈ സൗന്ദര്യം കണ്ടിട്ട് സ്ത്രീകളെല്ലാം, പക്ഷേ ഈ ശിവബ്രഹ്മർഷിക്ക് സ്ത്രീകളൊന്നും കണ്ടിട്ടില്ല, അവരോടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് എല്ലാവരും കൂടെ പിന്നെ എഴുന്നേറ്റ് വേഗം നമസ്കരിച്ച് എഴുന്നേറ്റു. പിന്നെ യേശുമാരെല്ലാവരും കൂടെ സ്വീകരിച്ചു. പിന്നെ അവർക്ക് ഇരിക്കാൻ സ്ഥലമൊക്കെ കൊടുത്തു. നല്ല പ്രസാദനായ അദ്ദേഹത്തെ നമസ്കരിച്ചു. എന്നിട്ട് പരീക്ഷിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ വേഗം പറയട്ടെ. പരീക്ഷിച്ച് കുറേ ചോദ്യം ചോദിക്കുന്നത്, മരിക്കാൻ പോകുന്ന ഒരാളെ പിന്നെ
എന്താണ് കേൾക്കേണ്ടത്?